പോലീസ് സ്റ്റേഷനാണ്. എന്ത് പശുകുത്തി എന്നാ? ഏതെങ്കിലും വനിതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ. വല്ല കാളയോ പോത്തോ കുത്തുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറ. വെക്കടാ സാർ, അവര് വന്നിട്ടുണ്ട്. വണക്കം. ഏതായാലും സാറ് വിളിപ്പിച്ച സ്ഥിതിക്ക് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. ഇതും കൂടി ആകാന്ന് കരുതി. ഡേ, മോഷ്ടിച്ചതല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അയ്യോ, ദേ ഫോൺ വേസ്റ്റ് ആയി. വെക്കടാ ഫോൺ. വെക്കടി, ബാഗ് വെക്കടി. സോറി. പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ് സാർ, ഇത് ബേക്കറി സാധനങ്ങൾ. മോഡേൺ ബ്രെഡ് എവിടെ? അയ്യോ, അതെടുക്കാൻ പറ്റിയില്ല. വലിച്ചെടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞല്ലോ. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കുട്ടിയാണ്. കുപ്പിയാ? അയ്യോ, കുപ്പി കൊണ്ടുവരാൻ മറന്നുപോയി. വേണം ഇപ്പൊ വരുത്തിക്കാം. ഏതാ ബ്രാൻഡ്? ബ്രാൻഡ് സാർ കഴിക്കൂല. ഇല്ലേ? കുപ്പിയല്ല, കുട്ടി. അയ്യോ, സാറിന് കുട്ടിയില്ലടി, പാവം. കുട്ടി വേണോ? ആട്ടെ, വൈഫുണ്ടോ? ആ കുട്ടിയല്ല, ഇതൊരു കാണാതായ കുട്ടിയെ കുറിച്ചാണ്. അത് ശരി. അയ്യോ മക്കളെ, ഇനി വരി. 1 2 3 4 5. ഹായ്, ഇതെല്ലാം എന്റെ മക്കളാ. എന്റെയും. രണ്ടുപേരും. ഓഹോ, എന്താണ് അതിന്റെ പേര്? രാജ് കപൂർ, ഷമി കപൂർ, ശശി കപൂർ, ഋഷി കപൂർ, അനിൽ കപൂർ. കൊള്ളാം, എല്ലാ സിനിമ ഫാമിലിയാണല്ലേ? ഓരോ സിനിമയും കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി പറയാൻ വയ്യ. എനിക്ക് വേണ്ടത് ഇവനെയാണ്. വിടല്ലേ സാർ, ഇവനാണല്ലേ സാർ. ഇവനെ ഞാൻ തിരക്കി നടക്കുകയാണ്. ഇവൻ എന്നെ പറ്റിച്ചവനാണ്. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വിടില്ല സാർ. സാർ ഇവനെ കണ്ട ഉടൻ എന്നെ വിവരം അറിയിക്കണം. നമ്പർ 427593. ഓക്കെ? അതല്ലടോ, പിന്നെ താൻ തന്നെ ഇവനെ കണ്ടുപിടിച്ച് ആ നിമിഷം ഇവിടെ എത്തിക്കണം. ഇവനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഓഹോ, മുകളിൽ നിന്നുള്ള ഉത്തരവാ. കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അതെന്റെ ഡ്യൂട്ടി അല്ലല്ലോ. അവൻ കണ്ടുപിടിച്ചുകൊണ്ടുവരും. അപ്പ കൊടുത്താ മതി. ഇല്ലേടാ? അത് മതി. ഒരാഴ്ച ഞാൻ സമയം തരും. എന്നെ പറ്റിക്കാൻ നോക്കരുത്. അതുവരെ ഇതിൽ ഒരുത്തൻ ഇവിടെ കിടക്കട്ടെ. ഒരാൾ മതിയോ? രണ്ടുപേരും നിൽക്കട്ടെ സാർ. എന്താണ് അതിന്റെ പേര്? ഋഷി കപൂർ. ആ, ഋഷി കപൂർ മാത്രം ഇവിടെ കിടന്നാ മതി. ബാക്കി കപൂർ ടീം പോവാൻ നോക്ക്. വണ്ടി. നിന്നോടും കൂടിയാ പറഞ്ഞത്. ആ സീറ്റ് എടുത്തോടി. അല്ല, ഇവിടെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. വരാതിരിക്കല്ലേ, അല്ലെങ്കിൽ കയ്യെന്ന് വിടറ. എന്താടാ, എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിന്ന്. നീ ഒന്നും പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ബ്രദേഴ്സ്, ഗെറ്റ് റെഡി. ഗുരു, മാജിക്കലാമ്പ ഇതായിരിക്കുന്ന കസേരയായിരിക്കും. ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്ത് നോക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. കൈ കൊണ്ടെടുക്കണ്ട. അവന്റെ ഡ്രസ്സിന്റെ അതേ മണം. ഈ
പില്ലോ 1 2 4 അടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. അയ്യോ ഭൂമി നിൽക്കൂ. ഒരാൾക്ക് 2 നേടല്ലോ. സലാം. ഏക്കണ്ട് ആശ കലക്കി ബെസ്റ്റ് ടൈമിംഗ്. പൂത്തി. എന്താ എന്താ ഒന്നുമില്ല. പള്ളി കൊണ്ടടാ. എന്താ എന്ത് പറ്റി? പോടാ ചാടോ. അയ്യോ എന്താ എന്താടാ ഇവനോട് പോയി കിടക്കണോ? ഇതിന്റെ അടിയിലുമില്ല. സച്ചി വിളിച്ചു. കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ വന്നാൽ ഇങ്ങനെ ഇരിക്കും. ആരാടാ നീ? ഞാൻ ഇച്ചു നോക്ക്. എന്ത് കോപ്പ്? കോപ്പല്ല, ഇച്ചു നോക്ക്. നിനക്കെന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കല എന്റെ ജോലി. ആ കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്നവൻ. എന്റെ പൊന്നു പ്രദേശ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല. അവൻ അനാഥനും അല്ല. വേണ്ട വേണ്ട, കൊല്ലക്കുടി സൂചി വെക്കല്ലേ. ഈ കൊല്ലം കുറെ നേരമല്ല സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവന് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. ജോജി ജോജി. അയ്യോ, അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. 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 കാണാതായ കുട്ടിയെ കണ്ടെത്താൻ നിനക്ക് 7 ആഴ്ച സമയം തന്നു. 7 ആഴ്ചയോ? ഒരാഴ്ചയല്ലേ? എടാ 7 ആഴ്ച കൂടുന്നതാ ഒരാഴ്ച. അതറിയില്ലേ? ഇല്ല. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. ഞായറാഴ്ചക്ക് ശേഷം ഒരാഴ്ച കൂടി തരണം സാർ. തന്നിരിക്കും. തിങ്കളാഴ്ച. അത് നേരത്തെ തന്നില്ലേ? ഇല്ലേ? അതെ നേരത്തെ ഒരാഴ്ച കൂടി സമയം തന്നാൽ എടാ അതിനു മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവില്ലേ? സാർ പോയിക്കോ. വരുമ്പോഴേക്കും ഞാൻ ചക്കര കൂടെ നിർത്താം. ഇരിക്കുന്നതിന്റെ പെന്തകം തർത്തമായി ഞാൻ. വാച്ച് കോസ്റ്റ്ലിയാ. വാച്ചല്ല, മനസ്സ്. ചങ്ക് വിളിച്ചു കാണിച്ചാലും മുല്ലപ്പ് എന്ന് പറയുന്ന സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാകത്തത്. മനസ്സിലായടാ? ആ. എനിക്ക് മനസ്സിലായി. ആ. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കടാ. ഏ? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നോടാ. കള്ള റാസ്കൽ. കോൺസ്റ്റബിൾ. മതി 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 മതി. ഇനി ഇവനെ ഇരിക്കാതിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നീ എന്തിനാണ് കരയുന്നത്? അതല്ലേട്ടാ, 4ാമതൊരു ഇടിയും കൂടി ഇടിച്ച് കുറച്ച് ഈ ചേട്ടൻ ചത്തുപോയാൽ നമ്മളല്ലേ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടത്. മേശപ്പുറത്തിരിക്കുന്ന എന്നോട് തമാശ പറയുന്നോടി. മിണ്ടിപ്പോകരുത്. ഒരു കാര്യം ചെയ്യാം, ഇവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോയി കുട്ടിയെ കൊണ്ടുവാ. കേട്ടോ, ഈ രണ്ടുപേരും നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല, മണ്ണുണ്ണികളാ. ആ എലിമ്പം പോലീസ് ആണ് ഈ കുറച്ച് എന്താടി? അല്ല, ചോദിക്കുന്ന പീഡനത്തിന് സാധ്യതയുണ്ടോന്ന്. എന്ത്? അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ കണ്ടാ നല്ലവരായിട്ട് തോന്നുന്നു. ഞാൻ ഇവിടെ നിന്നോളാവേ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി. ഇവിടെ കിട്ടുമോ? എന്തു പറയുന്നടാ? ഒരു കാലിച്ചായം കൂടി കൊടുത്താൽ സന്തോഷമായി. ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് തരണം. അതുവരെ ഈ മസാല ദോശ ഇവിടെ മദാലസേ? മദാലസയല്ല, മസാല ദശ. അത് പറ്റില്ല സാർ. കിടത്തയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കിടത്തണം. ഒരുമിച്ച് കിടത്താൻ ഇതെന്താടാ സുഖവാസ കേന്ദ്രം? കുഴപ്പമില്ല സാർ. സാർ
ഇവളെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഷേപ്പ് മാറ്റില്ലേ സാർ? അയ്യേ ഈ ചേട്ടന്റെ ഒരു കാര്യം. ആൾ ഇന്ത്യൻ സാർ, മീ കസിൻ സിസ്റ്റർ. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. ഈ ആണുങ്ങൾക്കാ ഇപ്പൊ പേടി അല്ലേ സാറേ? എന്നാ നീ പോ. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല? പോകാം സാർ. എന്നും ഞാൻ യാത്ര ചോദിച്ചു പോകുമ്പോൾ ഇവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്. അത് ഞാൻ കൊടുത്തോട്ടെ സാർ? ഇംഗ്ലീഷ് കിസ്സേ. അയ്യോ. വേഗം വേണം. ഡാർലിംഗ് കമോൺ. ഏമാ നോക്കുന്നു. ഒന്ന് തിരിഞ്ഞേക്ക് സാറേ, ഇതിനൊക്കെ ഒരു മറ വേണ്ടേ? വാ അങ്ങോട്ട് തിരിയട്ടെ. അങ്ങോട്ട് പോകട. എന്താടോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? ഇംഗ്ലീഷ് കിസിന് ശബ്ദമൊന്നും കേൾക്കൂല സാർ. മലയാളം കിസിനല്ലേ ഇങ്ങനെ ശബ്ദം കേൾക്കും. എന്താടോ? എടോ കഴിഞ്ഞില്ലേ? ഇതൊരു മെഗാ കിസ് ആണെന്ന് തോന്നുന്നു സാർ. കഴിഞ്ഞൊന്ന് നോക്കടോ. സാർ അങ്ങോട്ട് നോക്കാത്തടോ, അതൊരു ഫാമിലിയാ. അവര് പോയി. ദൈവമേ ചതിച്ച. എവിടെ തൊപ്പി? ആ തൊപ്പി അല്ലടോ എന്റെ തൊപ്പി. കൊന്തം പിടിക്കുന്നത് പോലെ നിൽക്കാതെ പോയി പിടിച്ചോണ്ട് വാടോ. അറ്റാക്ക്!